ഇന്നത്തെ നമ്മുടെ സദ്യ വിഭവം കുമ്പളങ്ങ കിച്ചടിയാണ്. അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ടും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഞാനിത് കുമ്പളങ്ങ വഴറ്റി എടുത്തിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കുമ്പളങ്ങ വേറെ വേവിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും. ഇതൊക്കെ ഈ ഒരു സദ്യ വിഭവങ്ങളിലേക്കൊക്കെ വറവിടുന്നത് ഇത് 3 മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വറ്റൽമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുമ്പളങ്ങയാണ്. ഇങ്ങനെ നൈസായിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കട്ടോ കിച്ചടിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊരു 1/4 കപ്പോളം ഉണ്ടാവും കേട്ടോ. അരിഞ്ഞു വരുമ്പോൾ ഒരു 1/4 കപ്പോളം ഉണ്ട്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ അത്ര ടേസ്റ്റും രസവും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കതിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് കുക്കാവുകയുള്ളൂ. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കരിയാതെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പാട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കടുകും ഇട്ടിട്ടുണ്ട്. അത് 3ഉം കൂടെ കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു തേങ്ങ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ 1/4 കപ്പ് തേങ്ങയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് തൈരാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈര് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിങ്ങനെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് തൈരാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് ചൂടായാൽ മതി. തൈര് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അത്രയും മതി. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ. നമ്മൾ ആദ്യം ആ ഒരു തേങ്ങയിലേക്കൊക്കെ കടുകിട്ട് പൊട്ടിച്ചതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ഫ്ലേവറും കിച്ചടിക്ക് അങ്ങനെയാണല്ലോ, ആ കടുകിട്ട് പൊട്ടിക്കുക നല്ല ഫ്ലേവറും ഒക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് സദ്യ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തു. അതുപോലെ ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാ സദ്യ റെസിപ്പീസും ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ സെയിം പ്രോസസ്സിന് വെള്ളരിക്ക വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണുന്നതാണെങ്കിൽ നമ്മുടെ റിമാമി കിച്ചൺ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്